ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا ترفعوا أصواتكم فوق صوت النبي ولا تجهروا له بالقول كجهر بعضكم لبعض أن تحبط أعمالكم وأنتم لا تشعرون. رب اشرح لي صدري ويسر لي أمري വഹലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹം നിറഞ്ഞ സത്വിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും കഴിവിൻ്റെ പരമാവധി പാലിച്ചും ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മതത്തിൻ്റെ ഒരു വലിയ പ്രഖ്യാപനമായി ലോകത്തെ അറിയിച്ചിട്ടുള്ള കാര്യം, ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് അതുമാത്രമാണ് സന്മാർഗം എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ വിശാലമായ കാഴ്ചപ്പാട് എന്ന പേരിൽ എല്ലാതും സ്വീകരിക്കണമെന്നും എല്ലാ ദർശനങ്ങളെയും എല്ലാ വീക്ഷണങ്ങളെയും നിലപാടുകളെയും ഒക്കെ സത്യപ്പെടുത്തണമെന്നുമുള്ളൊരു കാഴ്ചപ്പാട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അതിനനുസരിച്ച് ഇത് മാത്രമാണ് ശരി എന്ന് സംസാരിക്കാൻ പാടില്ല എന്നൊരു ചിന്ത മനുഷ്യർക്കിടയിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു. ഇസ്ലാം കൃത്യമായി പറയുന്നത് ഇസ്ലാം മാത്രമാണ് ശരി എന്നാണ്. ഇസ്ലാം മാത്രമാണ് ശരി. ഇസ്ലാമിൻ്റെ വഴി മാത്രമാണ് ശരിയായ വഴി. അത് ഇസ്ലാമിൻ്റെ അവകാശവാദമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് പറഞ്ഞൊരു വചനമുണ്ട്. ഖുൽ, നബിയെ പറഞ്ഞു കൊടുക്കുക, ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദ, അള്ളാഹുവിൻ്റെ സന്മാർഗമാണ് യഥാർത്ഥത്തിലുള്ള സന്മാർഗം, മറ്റൊന്നും യഥാർത്ഥത്തിലുള്ള സന്മാർഗമല്ല എന്ന് നബിയെ താങ്കൾ മാനവികതയ്ക്ക് പറഞ്ഞു കൊടുക്കുക. ഇമാം ഇബ്നു കസീർ ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞു, ഐ ഖുൽ യാ മുഹമ്മദ്, അതിൻ്റെ അർത്ഥം
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞു, ഇന്ന ഹുദല്ലാഹില്ലദീ ബഅസനീ ബിഹി ഹുവൽ ഹുദ. താങ്കൾക്ക് അല്ലാഹു നൽകിയിട്ടുള്ള, താങ്കളെ അയച്ചിട്ടുള്ള ഏതൊരു സന്മാർഗമാണോ ആ സന്മാർഗമാണ് യഥാർത്ഥത്തിലുള്ള സന്മാർഗം. യഗ്നി ഹുവദ്ദീനുൽ മുസ്തഖീം, അതാണ് നേരെ ചൊവ്വായിട്ടുള്ള ദീൻ. അസ്സഹീഹ്, ഏറ്റവും ശരിയായിട്ടുള്ള ദീൻ അതാണ്. അൽ കാമിലു ഷാമിൽ, സമ്പൂർണമായിട്ടുള്ള സമഗ്രമായിട്ടുള്ള ദർശനമെന്ന് പറയുന്നത് താങ്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നൽകി അയച്ചിട്ടുള്ള ദർശനം ഏതാണോ അത് മാത്രമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ ഖുർആൻ പറയാം. അപ്പോൾ ഇസ്ലാമിൻ്റെ ഒരു വീക്ഷണം ഇതാണ്. ഇസ്ലാം പഠിപ്പിക്കുന്ന ധാർമ്മികത മാത്രമാണ് ധാർമ്മികത. ഇസ്ലാം പഠിപ്പിക്കുന്ന സത്യം മാത്രമാണ് സത്യം. ഇസ്ലാം അംഗീകരിക്കുന്ന നിലപാട് മാത്രമാണ് നിലപാട്. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കൾച്ചർ മാത്രമാണ് ശരിയായ കൾച്ചർ. ഈ വീക്ഷണം ഇസ്ലാമിനുണ്ട്. ഈ വീക്ഷണം ഇസ്ലാം ശക്തമായി മുറുകെ പിടിക്കണമെന്ന് മാനവികതയോട് ആവശ്യപ്പെടുന്നുമുണ്ട്. ഇസ്ലാം സ്വീകരിക്കുന്ന ഒരാളോട് അയാളുടെ മനസ്സിൽ ആദ്യമായിട്ടുണ്ടാകേണ്ടത് കുറേ നല്ല ദർശനങ്ങളുടെ കൂട്ടത്തിൽ ഒരു ദർശനം എൻ്റെ ദർശനം, ഇതല്ല കുറേ നല്ല മതങ്ങളുടെ കൂട്ടത്തിൽ ഒരു മതം എൻ്റെ മതം എന്ന് പറയാനല്ല അല്ലാഹു സുബ്ഹാനഹു തആല മുസ്ലിമിനെ പഠിപ്പിച്ചത്. മറിച്ച് ശരിയായ മാർഗം, ശരിയായ ഹുദ, അത് ഏതാണ്? അത് ഇസ്ലാമാണ് എന്ന് ഉറച്ചു വിശ്വസിക്കണം എന്നത് ഇസ്ലാമിൻ്റെ നിലപാടാണ്. അങ്ങനെ ഉള്ളവർക്കാണ് അതിനെ, ആ ദർശനത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ സാധിക്കുള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്, എൻ്റെ കാഴ്ചപ്പാട് പോലെ തന്നെ സത്യമാണ് മറ്റുള്ളവരുടെയും കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ എൻ്റെ കാഴ്ചപ്പാടിനും പിന്നെ എന്താണ് ഒരു പ്രസക്തി? എന്തിനാണ് വിവിധ കാഴ്ചപ്പാടുകൾ നിലനിർത്തുന്നത്? എല്ലാം ശരിയാണെങ്കിൽ, എല്ലാ വീക്ഷണങ്ങളും ഒരുപോലെ ശരിയാണെങ്കിൽ എന്തിനാണ് വിവിധ വീക്ഷണങ്ങൾ? ഏതെങ്കിലും ഒരു വീക്ഷണം സ്വീകരിച്ച് എല്ലാം ശരിയാണല്ലോ, ഏതെങ്കിലും ഒരു വീക്ഷണം സ്വീകരിച്ച് അതിലൊതുങ്ങുന്നതല്ലേ നല്ലത്? വൈവിധ്യമുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നത് പിന്നെ എന്തിനാണ്? എല്ലാം ശരിയാണെങ്കിൽ. അപ്പോൾ എല്ലാം ശരിയല്ല, എല്ലാം ശരിയല്ല, എല്ലാം ശരിയാണ്, എല്ലാം ശരിയാണെന്ന് പറയണം, എല്ലാം നന്മയാണ് എന്ന് പറയണം എന്ന് പറയുന്നവർക്ക് പോലും എല്ലാം നന്മയല്ല എന്ന് പറയുന്നവരെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എല്ലാം നന്മയല്ല എന്ന് പറയുന്നവരെ ഉൾക്കൊള്ളാൻ എല്ലാം നന്മയാണ് എന്ന് പറയുന്നവർക്ക് സാധിക്കുന്നില്ല. അപ്പോൾ മനുഷ്യന് പറഞ്ഞിട്ടുള്ള കാര്യമല്ല, വെറുതെ അനാവശ്യമായിട്ടുള്ള സൗന്ദര്യാത്മകമായിട്ടുള്ള വാചോടാപം മാത്രമാണ്. എല്ലാ മതങ്ങളും ശരിയാണ്, എല്ലാ ദർശനങ്ങളും സത്യമാണ്, എല്ലാ കാഴ്ചപ്പാടുകളും ശരിയാണ് എന്ന് പറയുന്നത് വലിയൊരു വിശാല ഹൃദയത്വത്തിൻ്റെ ഭാഗമാണ് എന്ന് ചിന്തിക്കുന്നു. പക്ഷേ ഇസ്ലാം കണിശമായിട്ട് പറഞ്ഞു, ഇസ്ലാമിൻ്റെ വിശ്വാസമാണ് ശരിയായ വിശ്വാസം, ഇസ്ലാമിൻ്റെ ദർശനമാണ് ശരിയായിട്ടുള്ള ദർശനം. ആ ദർശനത്തിലൂടെ മാത്രമാണ് ഹുദ ലഭിക്കുകയുള്ളൂ, സന്മാർഗം ലഭിക്കുകയുള്ളൂ. ഒരാൾക്ക് സന്മാർഗം ലഭിച്ചെങ്കിൽ മാത്രമാണ് അയാൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുള്ളൂ. കാരണം അല്ലാഹു സുബ്ഹാനഹു തആല സ്വർഗം നിശ്ചയിച്ചിട്ടുള്ളത് സന്മാർഗം സ്വീകരിച്ചവർക്ക് മാത്രമാണ്. സന്മാർഗം സ്വീകരിക്കാത്തവർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല സ്വർഗം നിശ്ചയിച്ചിട്ടില്ല. ആ സ്വർഗത്തിൽ എത്തണമെങ്കിൽ ഹുദ സ്വീകരിക്കണം. ഹുദ എന്ന് പറഞ്ഞാൽ എന്താ? ദീനുൽ മുസ്തഖീം, ശരിയായിട്ടുള്ള നേരെ ചൊവ്വയായിട്ടുള്ള ദീനിനെ സ്വീകരിക്കണം, കാമിലായിട്ടുള്ള ഷാമിലായിട്ടുള്ള ദീനിനെ സ്വീകരിക്കണം, സ്വഹീഹായിട്ടുള്ള ദീനിനെ സ്വീകരിക്കണം. അപ്പോഴേ ഹുദ പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു തആല നിശ്ചയിച്ചിട്ടുള്ള ജീവിത ദർശനം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഞാൻ എന്തിനാണിത് പറഞ്ഞത്? ചെറിയ കാര്യങ്ങളിലൂടെ ഈ ഹുദയിൽ നിന്നും മനുഷ്യൻ അകന്നു പോകും എന്നത് ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇസ്ലാമിനെ പറ്റിയിട്ട് എൻ്റേതായ ഒരു വീക്ഷണം ഞാൻ വെച്ചു പുലർത്തിയാൽ, ഇസ്ലാമിനെ പറ്റിയിട്ട് എൻ്റേതായ ഒരു കാഴ്ചപ്പാട് ഞാൻ വെച്ചു പുലർത്തിയാൽ, അള്ളാഹ് പഠിപ്പിക്കാത്ത, റസൂലുള്ള പറഞ്ഞു തരാത്ത ഒരു സുന്ദരമായ കാഴ്ചപ്പാട്, എൻ്റെ ഭാഷയിൽ അത് സുന്ദരാണ്, എൻ്റെ ഭാഷയിൽ അത് സുന്ദരമാണ്, എൻ്റെ ഭാഷയിൽ അത് ആധുനികമാണ്, എൻ്റെ ഭാഷയിൽ അത് പരിഷ്കൃതമാണ്, എൻ്റെ ഭാഷയിൽ അത് നവോത്ഥാനമാണ്. അതെൻ്റെ ഭാഷയിലാണ്. എൻ്റെ ഭാഷയിലുള്ള, എൻ്റെ തോന്നലിലുള്ള ഇത്തരം പരിഷ്കാരങ്ങളും പുരോഗമനങ്ങളുമൊക്കെ അള്ളാഹും റസൂലും പഠിപ്പിക്കാത്തത് ഇസ്ലാമിൻ്റെ പേരിൽ ഞാൻ പറഞ്ഞാൽ ഈ ഹുദയിൽ നിന്നും മനുഷ്യൻ പുറത്തേക്ക് പോകും, ഈ ഹുദയിൽ നിന്ന് മനുഷ്യൻ തെന്നിപ്പോകും. അതാണ് ഞാൻ ആമുഖമായി ഓതിവെച്ച ആയത്ത്.
അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി. അല്ലയോ വിശ്വാസികളെ, നിങ്ങളുടെ ശബ്ദം ഒരിക്കലും നബിയുടെ ശബ്ദത്തിന് മുകളിലേക്ക് വരരുത്. നിങ്ങളുടെ ശബ്ദം ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദത്തിന് മുകളിലേക്ക് വരരുത്. വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗൽ കജഹരി ബഅലികും ലിബഅദ്. നിങ്ങളിൽ ചിലർ മറ്റു ചിലർക്ക് മേൽ ശബ്ദമുയർത്തി സംസാരിക്കുന്നത് പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുൻപിൽ നിങ്ങളുടെ ശബ്ദം നിങ്ങൾ ഉയർത്തി സംസാരിക്കരുത്. അൻ തഹ്ബതു അഅമാലകും വഅൻതും ലാ തശ്ഉറൂൻ. അറിയാതെ നിങ്ങളുടെ അമലുകൾ പൊളിഞ്ഞു പോകാൻ അത് കാരണമാകും എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുമ്പോൾ, റസൂലുള്ളാഹിയോട് സംസാരിക്കുമ്പോൾ ഒരു അദബാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ സൂചിപ്പിച്ചത്. ഈ അദബ് പാലിക്കണം. റസൂലുള്ളാഹിയുടെ ശബ്ദത്തെക്കാൾ മുകളിൽ ശബ്ദമുണ്ടാകാൻ വിശ്വാസിക്ക് പാടില്ല. റസൂലുള്ളാഹിയോട് സംസാരിക്കുമ്പോൾ അവിടെ നിന്ന് പറയുന്ന കാര്യങ്ങൾ എന്തോ അതിന് മറുപടി പറയുമ്പോൾ അവിടുത്തെ ശബ്ദത്തെക്കാൾ ഉയർച്ചയുള്ള ശബ്ദത്തിൽ സംസാരിക്കാൻ പാടില്ല. ഈ ആയത്തിറങ്ങുന്നതിന് ഒരു സബബുൻ നുസൂൽ നമുക്ക് കാണാൻ സാധിക്കും. അവതരണ പശ്ചാത്തലം അബൂബക്കറുല്ലാനും ഉമറുല്ലാനും തമ്മിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുൻപിൽ വെച്ച് തർക്കത്തിലേർപ്പെട്ടു. ഒരു വിഷയത്തിൽ അവർ തർക്കത്തിലേർപ്പെട്ടു. ആ തർക്കം വർദ്ധിച്ച് അവരുടെ ശബ്ദം ഉച്ചത്തിലായി പോയി. നമ്മളും ദേഷ്യം വന്നാൽ വളരെ ഉച്ചത്തിൽ സംസാരിക്കുന്ന ആളുകളാണ്, വളരെ ഒച്ചയെടുത്ത് സംസാരിക്കുന്ന ആളുകളാണ്. ഇസ്ലാം ഒരു മോശപ്പെട്ട കൾച്ചറായിട്ടാണ് അതിനെ പഠിപ്പിച്ചത്. ഒരു മോശപ്പെട്ട കൾച്ചറായിട്ട് ആ ശബ്ദം ഉയർത്തുന്ന രീതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വെച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഉമറുല്ലാഹു തമ്മിലുണ്ടായി. അപ്പോഴാണ് ഈ ആയത്ത് അവതരിക്കുന്നത്. ഈ ആയത്ത് അവതരിച്ചതിന് ശേഷം മരണം വരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് വരെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവും നബിയോട് സംസാരിക്കുന്നത് കേൾക്കണമെങ്കിൽ കാത് അടുത്തു കൊണ്ടുപോയി വെക്കണം. അത്ര പതിഞ്ഞ സ്വരത്തിലാണ് അവർ സംസാരിച്ചത്. ചില സമയത്തൊക്കെ റസൂലുള്ള വീണ്ടും കേൾക്കാൻ നോക്കും. അത്രയും ശബ്ദം പുറത്തു വരാത്ത രൂപത്തിലാണ് ഈ ആയത്ത് ഇറങ്ങിയതിന് ശേഷം സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിച്ചത്. അപ്പൊ നബിനോട് സംസാരിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജീവിതകാലത്ത് സഹാബികൾ സംസാരിച്ചതിന് നമ്മൾക്കുമായി എന്ത് ബന്ധമാണുള്ളത്? കാരണം നമ്മൾ ഇനി റസൂലുള്ളാഹിയോട് സംസാരിക്കാൻ പോകുന്നില്ല. നമ്മുടെ ശബ്ദം അള്ളാഹുവിന്റെ റസൂലിനേക്കാൾ ഉയരാൻ പോകുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഈ ആയത്തുമായിട്ടുള്ള ബന്ധം എന്താണ്? എല്ലാ തഫ്സീറുകളും ആ ബന്ധം പഠിപ്പിച്ചു. എല്ലാ തഫ്സീറുകളും പറഞ്ഞത് എന്താണെന്ന് അറിയുമോ? ജീവിതകാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദത്തിന് മുകളിൽ ശബ്ദം കയറ്റി സംസാരിക്കുന്നത് പോലെയാണ് അവിടുത്തെ വഫാത്തിന് ശേഷം അവിടുന്ന് പറഞ്ഞ കാര്യങ്ങളോട് ധിക്കാരാത്മകമായിട്ടുള്ള നിലപാട് സ്വീകരിക്കൽ. ധിക്കാരാത്മകമായ നിലപാട്. റസൂലുള്ളാഹി പറയുന്ന കാര്യം എനിക്ക് എൻ്റെ യുക്തിക്ക് യോജിക്കുന്നില്ല എന്ന് പറയാൻ എനിക്ക് പാടില്ല. റസൂലുള്ളാഹി പറഞ്ഞത് ആധുനിക കാലഘട്ടത്തിന് യോജിച്ചതല്ല എന്നെനിക്ക് തോന്നാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച എല്ലാം എന്നും പ്രസക്തമാണ്. അതിനോട് ചേർന്ന് നിൽക്കുകയാണ് വിശ്വാസി വേണ്ടത്. അല്ലാതെ അള്ളാഹുവിൻ്റെ റസൂൽ അവിടുത്തെ ഒരു ഹദീസിൽ ഒരു കാര്യം പറയുന്നു, ഞാനത് വളരെ മോശമായിട്ട് അതിനെ തള്ളിക്കളയുന്നു. സാധാരണക്കാരായ ആളുകൾക്കിടയിൽ പോലും കാണുന്ന വിഷയമാണ്. പണ്ഡിതന്മാർക്കിടയിൽ നടക്കുന്ന ഏറ്റവും ചീത്തയായ ഡിബേറ്റുകളുടെ പരിണിത ഫലമായിട്ട്, പാർശ്വഫലമായിട്ട് സാധാരണക്കാരായ ആളുകളുടെ മനസ്സിൽ അവനവന്റെ യുക്തിക്കും ബുദ്ധിക്കും നിരക്കാത്ത കാര്യങ്ങൾ കേൾക്കുന്നു എന്നതുകൊണ്ട് തള്ളിക്കളയുന്ന സിസ്റ്റം. ഈ അടുത്തിങ്ങനെ വാട്സപ്പുകളിലൂടെ ഇങ്ങനെ പ്രചരിച്ചൊരു കാര്യമുണ്ട്. എന്താ പറയുക, ഒരു മനുഷ്യൻ ഒരു കുറിപ്പ് എഴുതിയിരിക്കുകയാണ്. അയാൾ ഒരു സ്ഥലത്ത് ഖുതുബ കേൾക്കാൻ പോയി. ആ ഖുതുബ കേൾക്കാൻ പോയ സ്ഥലത്ത് ഖതീബ് പ്രസംഗിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീര്, ആ ഉമിനീരിന് ബർക്കത്തുണ്ട്, അത് സൂചിപ്പിക്കുന്ന റസൂലുള്ളാഹിയുടെ ഉമിനീരിന്റെ ബർക്കത്ത് സൂചിപ്പിക്കുന്ന ഹദീസുകൾ ആ പണ്ഡിതൻ ഉദ്ധരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കിടക്കുമ്പോൾ അവിടുത്തെ ശരീരത്തിലെ വയർപ്പുകൾ അത് കട്ടിലിൽ അദ്ദേഹത്തിന്റെ പായിൽ ഉണ്ടാകുന്നത് ആയിഷ ബീവി അത് വടിച്ചെടുത്ത് കുപ്പിയിലാക്കിയിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയർപ്പിന് സുഗന്ധമായിരുന്നു, അത്തറിനേക്കാൾ വലിയ സുഗന്ധമായിരുന്നു. ഖതീബ് പറയാണ് ഹദീസുകൾ ഉദ്ധരിച്ചിട്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി, ആ മുടി സ്വഹാബികൾ
വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളം കുടിക്കുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തുപ്പുമ്പോൾ അവിടുത്തെ തുപ്പുനീർ സഹാബികൾ കൈനീട്ടി വാങ്ങുമായിരുന്നു. ഇതൊക്കെ കേട്ടിട്ട് അയാൾ പറയാണ്, അസ്വസ്ഥനായിട്ട് അയാൾ പറയാണ്, ഇതൊക്കെ അനാവശ്യമായ വർത്തമാനങ്ങളാണ്, മനുഷ്യന്റെ യുക്തിക്കോ ബുദ്ധിക്കോ ചേരാത്ത വർത്തമാനങ്ങളാണ്, ആധുനിക കാലഘട്ടത്തിന് ചേരാത്ത വർത്തമാനമാണ്. പ്രത്യേകിച്ച് കള്ളമുടി കൊണ്ടുവന്ന് റസൂലുള്ളാന്റെ മുടിയാണെന്ന് പറഞ്ഞ് ആളുകളെ ചൂഷണം ചെയ്യുന്ന ഈ കാലത്ത് ഇത് പറയണോ, ഇത് പറയേണ്ടതുണ്ടോ എന്ന് ചോദിക്കാം. എന്താണ് അവിടെ പ്രശ്നം? റസൂലുള്ളാന്റെ വിയർപ്പിന് സുഗന്ധമായിരുന്നു. ആ വിയർപ്പ് അത്തർ പോലെ അവിടുത്തെ ഭാര്യമാര് ഉപയോഗിച്ചിരുന്നു എന്നത് എൻ്റെ ബുദ്ധിക്ക് യോജിച്ചില്ല എന്നതുകൊണ്ട് ദീനാവാതിരിക്കുമോ? സ്വഹീഹുൽ ബുഖാരി അടക്കമുള്ള ഇമാം ബുഖാരി അടക്കമുള്ള മുഹദ്ദിസുകൾ സ്വഹീഹായ സനദിൽ ചേർത്ത കാര്യം എൻ്റെ യുക്തിക്ക് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞ് തള്ളാൻ നടക്കണോ? അങ്ങനെ തള്ളണോ? എന്തേ ഒരു കുഴപ്പം? എൻ്റെ നബിയുടെ വിയർപ്പിന് സുഗന്ധായിരുന്നു എന്ന് വിശ്വസിക്കാൻ എനിക്ക് എന്താണ് തടസ്സം? ഹദീസുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് തടസ്സം? വന്നിട്ടില്ലെങ്കിൽ വിശ്വസിക്കാൻ പാടില്ല. പക്ഷെ ഹദീസിൽ വന്നു, അത് നാലാൾ കേട്ടാൽ എനിക്കൊരു കുറച്ചിൽ. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിച്ച് നോക്കി, എൻ്റെ റസൂലുള്ളാന്റെ ശരീരത്തിന് ബർക്കത്തുണ്ടെന്ന് വിശ്വസിച്ചാൽ എനിക്ക് നാലാൾ കേൾക്കുന്നത് കുറച്ചിൽ. അവനെയാണോ ചികിത്സിക്കേണ്ടത്? ഖത്തീബിനെയാണോ ചികിത്സിക്കേണ്ടത്? സാധാരണക്കാരന്റെ മനസ്സ്. എന്നിട്ട് വാട്സപ്പിൽ അവൻ എഴുതാണ്, ഇന്റർനെറ്റ് പ്ലാറ്റ്ഫോമിൽ അവൻ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് വലിയ കാര്യമായിട്ട്. അവിടെ നോക്കും, മുഹദ്ദിസുകൾ രേഖപ്പെടുത്തിയതാണ്, കള്ളക്കഥയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ആസാറും ഇന്ന് അവശേഷിച്ചിട്ടില്ല. അത് ഉറപ്പിച്ച് നമ്മൾ മനസ്സിലാക്കിക്കോ. റസൂലുള്ളാഹിയുടെ ഉമിനീരാകട്ടെ, റസൂലുള്ളാഹിയുടെ വിയർപ്പാകട്ടെ, റസൂലുള്ള ഉപയോഗിച്ച വസ്ത്രങ്ങളാകട്ടെ, റസൂലുള്ള ഉപയോഗിച്ച പാത്രങ്ങളാകട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയാകട്ടെ, ഒന്നും ബാക്കിയില്ല. ആരെങ്കിലും ഇന്നതുണ്ട് എന്ന് പറഞ്ഞു കൊണ്ടുവന്നാൽ കള്ളനാണവൻ. റസൂലുള്ളയുടെ മുടിയെ, റസൂലുള്ളയുടെ മുടിയല്ലാത്ത ഒരു മുടി റസൂലുള്ളയിലേക്ക് ചേർത്തി പറഞ്ഞ പ്രവാചകന്റെ മേൽ കള്ളം മനഃപൂർവ്വം കെട്ടിപ്പറഞ്ഞ വമഖഅദഹു അലന്നാർ, നരകത്തിൽ സീറ്റുറപ്പിക്കട്ടെ എന്ന് പറഞ്ഞ കള്ളത്തരമാണത് എന്ന് കരുതിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ഇങ്ങനെയൊന്നും വിശ്വസിക്കാൻ പാടില്ലേ? അല്ലാഹുവിന്റെ റസൂൽ നമ്മളെപ്പോലെയല്ല. നമ്മൾ മനസ്സിലാക്കണം, നമ്മളെപ്പോലെ ദുർഗന്ധമുള്ള വയർപ്പിന്റെ ഉടമയല്ല. അവിടുത്തെ വയർപ്പുകൾക്ക് സുഗന്ധമായിരുന്നു. എന്താ വിശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ട്? ആലോചിക്ക്, എന്തൊക്കെയാണ് സാധാരണക്കാരന്റെ മനസ്സിൽ. അവന്റെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, അവന്റെ ഒരു കോൺസെപ്റ്റ്. ആ കോൺസെപ്റ്റ് രൂപപ്പെട്ടത് എവിടുന്നാ? സെക്യുലറിസത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന്, അല്ലെങ്കിൽ യുക്തിവാദത്തിന്റെ അന്തരീക്ഷത്തിൽ നിന്നും മുളച്ചു വന്ന ഒരു വൃത്തികെട്ട ചിന്താഗതി. അത് വെച്ചിട്ട് ഇസ്ലാമിനെ അവൻ അളക്ക. എന്താ യാർഡ് സ്റ്റിക്ക്? ഏതാ? എല്ലാത്തിനും അളക്കാനുള്ള യാർഡ് സ്റ്റിക്ക് അള്ളാഹു നമുക്ക് നൽകി ഇസ്ലാമാണ്. ഇസ്ലാം വെച്ചിട്ട് ബാക്കി എല്ലാത്തിനും നമ്മൾ അളക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതിന് പകരം മാറി മറ്റുള്ള വീക്ഷണങ്ങൾ വെച്ചിട്ട് എന്തിനളക്ക? ഇസ്ലാമിനളക്ക. യുക്തിവാദത്തിന്റെ വീക്ഷണത്തിൽ അത് അബദ്ധമായിരിക്കും. യുക്തിവാദത്തിന്റെ വീക്ഷണത്തിൽ മരിച്ചതിന് ശേഷം ഒരു മനുഷ്യന് ഉത്തരവാദിത്വമുണ്ട്, അവന് ചോദ്യം ചെയ്യപ്പെടും എന്ന് വിശ്വസിക്കുന്നതിനേക്കാൾ വലിയ മണ്ടത്തരമില്ല. അത് കഴിഞ്ഞ ബാക്കി മണ്ടത്തരമുള്ളൂ. ഈ ലോകത്തെ സൃഷ്ടിച്ച, പരിപാലിക്കുന്ന, നിയന്ത്രിക്കുന്ന, സംവിധാനിച്ച ഒരു മഹാശക്തിയുണ്ട് എന്നതിനേക്കാൾ വലിയ അബദ്ധം യുക്തിവാദത്തിന് പറയില്ല. നിങ്ങൾ ആലോചിക്കുക, ആ യുക്തിവാദത്തിന് എടുത്തു വെച്ചിട്ടാ അവരിതൊക്കെ പരിഹസിക്കുന്നു. അല്ലെങ്കിൽ പുരോഹിതന്മാർ കള്ളമുടി കൊണ്ടുവന്ന് അവർ കള്ളക്കച്ചവടം നടത്തുന്നു, നബിയെ വിറ്റ് കാശാക്കുന്നു. അത് അങ്ങനെ പറയണം. അല്ലാതെ എൻ്റെ യുക്തി, എൻ്റെ ബുദ്ധി അത് വെച്ച് സംസാരിക്കല്ല വേണ്ടത്. എന്നിട്ട് നിഷേധാത്മകമായിട്ട് എഴുതുന്നു, പ്രചരിപ്പിക്കുന്നു. വലിയ കുറ്റമായിട്ട് ഹദീസുകളിൽ വന്ന കാര്യങ്ങൾ സംസാരിച്ചവരെ പറ്റി മോശപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്ന സാധാരണക്കാരെ നമ്മൾ കാണുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലദീന ആമനു ലാ തുഖദ്ദിമു ബൈന യദയില്ലാഹി വറസൂലിഹി. അല്ലയോ വിശ്വാസികളെ, പടച്ചവനും
അവന്റെ ദൂതനും നിങ്ങൾ മുൻകടന്നു പോകരുത്. അള്ളാഹുവും റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ അതിന് മുൻകടന്ന സംസാരമുണ്ടാവരുത്, അതിന് മുൻകടന്ന വർത്തമാനമുണ്ടാകരുത്. ഇസ്ലാം ഒരു കാര്യത്തെപ്പറ്റി ഏതിന്റെ അടിസ്ഥാനത്തിൽ മുൻകടക്കാം? ഇസ്ലാമിന് അളക്കാൻ പറ്റിയ എന്താ നമ്മളെ കയ്യിലുള്ളത്? വഹീന് അളക്കാൻ പറ്റിയ എന്ത് മാനദണ്ഡാണ് നമ്മളെ കയ്യിലുള്ളത്? ശാസ്ത്രമോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ശാസ്ത്രമോ? ഈ പ്രപഞ്ചത്തെപ്പറ്റി, ദൃശ്യപ്രപഞ്ചത്തെ പറ്റിയിട്ട്, ഈ ഗാലക്സി സമൂഹത്തെ പറ്റിയിട്ട്, നക്ഷത്ര സമൂഹത്തെ പറ്റിയിട്ട് പൂർണ്ണമായിട്ടും നിനക്ക് പഠിക്കാൻ പറ്റില്ല. സ്ഥൂല പ്രപഞ്ചത്തെപ്പറ്റി നിനക്ക് പഠിക്കാൻ പറ്റില്ല എന്ന ഹബ്ബിൾ ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നവൻ ശാസ്ത്രത്തിന് മാനദണ്ഡാക്കേ. നിങ്ങൾ ആലോചിച്ച്, നമ്മൾ പഠിച്ചത് 1920കളിൽ സയൻസ് കണ്ടെത്തി. എന്ത് കണ്ടെത്തി? ലോകത്തെ പ്രപഞ്ചത്തെ പറ്റി ഇനി നമുക്ക് പഠിക്കാൻ പറ്റൂല. എന്നിട്ട് ഈ പ്രപഞ്ചത്തിന്റെ പുറത്തുള്ള മറ്റു പ്രപഞ്ച യാഥാർത്ഥ്യങ്ങളെ, അല്ലെങ്കിൽ ഇതിനപ്പുറമുള്ള ലോകമെന്ന് ഖുർആൻ ഹദീസും വിശേഷിപ്പിച്ചതിന് നിഷേധിക്കണേതാ? ഈ പറഞ്ഞ ദുനിയാവിന്റെ ഈ പ്രപഞ്ചമുണ്ടല്ലോ, അതിനെ പറ്റിയിട്ട്, ഈ ദൃശ്യപ്രപഞ്ചത്തെ പറ്റിയിട്ട് തന്നെ പഠിക്കാൻ പറ്റൂല എന്ന് തിരിഞ്ഞിരിക്കണ. കാരണം എന്താ? നമ്മൾ പഠിക്കുന്ന ഗാലക്സികൾ ഇന്ന് എത്ര അകലെയുണ്ടോ, നക്ഷത്ര സമൂഹങ്ങൾ, അത് അകന്നുകൊണ്ടിരിക്കുക. പിന്നെ അതിനെങ്ങനെ പഠിക്കുക? നമ്മളൊരു ഗാലക്സിനെ പഠിക്കാൻ ഉദ്ദേശിച്ചാൽ അത് അകന്നുകൊണ്ടേ ഇരിക്കുന്നു. അനന്തമായ അകൽച്ച. എന്റെ യുക്തിക്ക് പറ്റില്ല, എന്റെ ബുദ്ധിക്ക് പറ്റില്ല. ഫിസിക്സ്, സ്ഥൂല പ്രപഞ്ചത്തെ പറ്റിയിട്ടുള്ള ഫിസിക്സ് നമ്മളെ പഠിപ്പിച്ചത് എന്താ? നിന്റെ തലമണ്ട ഈ ദുനിയാവിനെ പറ്റി പോലും പഠിക്കാൻ ശേഷിയില്ലാത്ത, കഴിവില്ലാത്ത ഒരു സാധനമാണോ ഇതാ പഠിപ്പിച്ചത്. ഈ സൂക്ഷ്മ പ്രപഞ്ചത്തെ പറ്റി പഠിക്കും. കോർക്കുകളെ പറ്റി പഠിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് എന്താ? കോർക്കുകൾ ആകെ ഒന്ന് എന്ന് നമ്മൾ വിചാരിച്ചു. അതിൻ്റെ അകത്ത് ഇലക്ട്രോണും ന്യൂട്രോണും ഒക്കെ ഉണ്ട്. അതിനെപ്പറ്റി പൂർണ്ണമായിട്ട് പഠിക്കാൻ പറ്റില്ല. ഒരേ സമയം വ്യത്യസ്ത സ്വഭാവം പ്രകടിപ്പിക്കുന്നു. അതിനെപ്പറ്റിയിട്ട് പഠിച്ചു വരുമ്പോൾ വേറെ സ്വഭാവം. പൂർണ്ണമായിട്ടും മനുഷ്യന് പഠിക്കാൻ പറ്റില്ല. സൂക്ഷ്മ പ്രപഞ്ചത്തെ പറ്റിയിട്ടും സ്ഥൂല പ്രപഞ്ചത്തെ പറ്റിയിട്ടും മനുഷ്യ നിനക്ക് സമ്പൂർണമായി പഠിച്ചു തീർക്കാൻ സാധ്യമല്ല എന്ന് പഠിപ്പിച്ച ഫിസിക്സിന്റെ ടെക്സ്റ്റ് ബുക്ക് എടുത്തു വെച്ചിട്ടാണ് അവൻ ഏതിനെപ്പറ്റി പഠിക്കാൻ പോകുന്നത്? ആലമുൽ ഗൈബിനെ പറ്റിയിട്ട്, ബർസഖിനെ പറ്റിയിട്ട്, നരകത്തെ പറ്റിയിട്ട്, സ്വർഗത്തെ പറ്റിയിട്ട്, മരണാനന്തര ജീവിതത്തെ പറ്റിയിട്ട് അവൻ സംസാരിക്കുകയാണ്, ചർച്ചയ്ക്ക് വിധേയമാക്കുകയാണ്. അവന്റെ കയ്യിലുള്ള ഫിസിക്സ് തന്നെ അവന്റെ തലച്ചോറിന്റെ യുക്തിയുടെ, ബുദ്ധിയുടെ അളവ് പഠിപ്പിച്ചു കൊടുത്തു 1920കളിൽ. അതാണ് ഇപ്പോൾ നമ്മൾ എഴുതി പഠിക്കണ്ടല്ലോ, ഹബ്ബിൾ ലോ എന്ന് പറയാറുണ്ടല്ലോ. എന്നിട്ട് കുത്തിയിരുന്നിട്ട് അള്ളയും റസൂലും പറഞ്ഞതിനെ നിരൂപണം ചെയ്യാൻ ഈ ഗബ്ബനൊക്കെ, ഈ പീക്കിരി തലച്ചോറുള്ളവൻ, സ്വന്തം ലോകത്തെ പറ്റിയിട്ട്, സ്വന്തം പ്രപഞ്ചത്തെ പറ്റിയിട്ട് പൂർണ്ണമായിട്ട് പഠിക്കാൻ കഴിയാത്ത ഈ ജന്തു അള്ളാഹു റസൂലും പറഞ്ഞ കാര്യങ്ങളെ പറ്റിയിട്ട്, മുഅ്ജിസത്തുകളെ പറ്റിയിട്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷറഫാണതെന്ന് വിചാരിക്കാൻ എന്താ ബുദ്ധിമുട്ട്? റസൂലുള്ളാഹിന്റെ ആദരവാണ്. സ്വഹീഹായ ഹദീസിൽ പറയണം, അത് നിർബന്ധമാണ്. റസൂലുള്ളാഹിയെ പറ്റി സംസാരിക്കുമ്പോൾ സനദ് സ്വഹീഹായേ പറ്റൂ, അല്ലാതെ എൻ്റെ ഇഷ്ടത്തിന് സംസാരിക്കാൻ പറ്റില്ല. അങ്ങനെ സംസാരിച്ചാൽ അള്ളാന്റെ റസൂൽ പറഞ്ഞല്ലോ, മനഃപൂർവ്വം എൻ്റെ മേൽ കള്ളം പറയുന്നവൻ, അത് പുകഴ്ത്താനായാലും ശരി ഇകഴ്ത്താനായാലും ശരി, മനഃപൂർവ്വം എൻ്റെ മേൽ കള്ളം പറയുന്നവൻ അവന്റെ മഖ്അദ് ഫിന്നാർ, നരകത്തിൽ അവൻ ഉറപ്പിച്ചോട്ടെ. അവന്റെ മഖ്അദ് ഇരിപ്പിടണ്ടല്ലോ, നരകത്തിൽ അവൻ ഉറപ്പിച്ചോട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് വിശ്വാസികളെ, ഒരു അപഹർഷതയും നമുക്ക് വേണ്ട, ഒരു അപഹർഷതയും വേണ്ട. ഇസ്ലാമിനെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നറിയോ? ശരി എന്നത് ഇസ്ലാമാണ്. റസൂലുള്ളാഹിയെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നറിയോ? ശരിയാണ് നബി. നബി ശരി ചെയ്യാൻ വന്ന ആളല്ല. നമ്മളങ്ങനെയാണ്, ശരി ചെയ്യാൻ വന്ന ആളാണ്. നിങ്ങളൊക്കെ ശരി പ്രവർത്തിക്കാൻ വന്ന ആളാണ്. നബിയോ? നബി നമ്മളെപ്പോലെ ശരി പ്രവർത്തിക്കാൻ വന്ന ആളാണോ? അല്ല. നബി പ്രവർത്തിച്ചതെന്തോ അതാണ് ശരി. ഇങ്ങനെ പറയണം, ഇങ്ങനെ പഠിക്കണം, അതാ ഇസ്ലാം. അല്ലാതെ എന്നെ പോലെ ശരി ചെയ്യാൻ വന്ന ആളാണ് നബിയും, നിങ്ങളെപ്പോലെ നന്മ പ്രവർത്തിക്കാൻ വന്ന ആളാണ് നബിയും അല്ല. നബി പ്രവർത്തിച്ചതാണ് നന്മ, നബി ചെയ്തതാണ് ശരി. മാനദണ്ഡം അതാണ്. നബി എന്ത് ചെയ്തിട്ടുണ്ടോ അത് മുഴുവൻ ശരിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 9 വയസ്സുള്ള അല്ലെങ്കിൽ 6 വയസ്സുള്ള പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. അതാണ് ശരി, അതാണ് ശരി. ആരാ അത് തെറ്റെന്ന് പറഞ്ഞത്?
ആരാണത് തെറ്റെന്ന് പറഞ്ഞത്? ഏത് മാനദണ്ഡം? സയൻസോ? ആലോചിച്ച് നോക്ക്, എന്താ സയൻസിന്റെ സെക്സിന്റെ മാനദണ്ഡം? 9 വയസ്സിലാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ ആയിഷ ബീവിയുമായിട്ട് പിന്നെ കുടുംബജീവിതം ആരംഭിച്ചത്. 6 വയസ്സിൽ നിക്കാഹ് കഴിഞ്ഞെങ്കിലും 9-ാം വയസ്സിലാണ് കുടുംബജീവിതം ആരംഭിച്ചത്. നമുക്ക് അപഹർഷത, നമ്മൾ എങ്ങനെങ്കിലും ആയിഷ ബീവിന്റെ പ്രായം 18 ആക്കിയെടുക്കും. എന്തിനാണ് ഇതിന് നിൽക്കുന്നത്? ആർക്ക് വേണ്ടി? ആർക്ക് വേണ്ടി? ഇവിടുത്തെ പിന്നെ വിവാഹപ്രായം 18. യൂറോപ്പിലോ 15 ഉണ്ട്, 16 ഉണ്ട്, 14 ഉണ്ട്. വ്യത്യസ്ത പ്രായങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങളിലുണ്ട്. ഇവരുടെയൊക്കെ വിവാഹപ്രായത്തിന്റെ മാനദണ്ഡം അനുസരിച്ച് ഇസ്ലാമിനെ വെട്ടിത്തിരുത്താനാണ് നിങ്ങൾ നിൽക്കുന്നത്. ഇസ്ലാം ആ വിഷയത്തിൽ ഒന്നും പറഞ്ഞില്ല. ഏറ്റവും മികച്ച കാഴ്ചപ്പാട് നിങ്ങളെ സൊസൈറ്റിന്റെ കാഴ്ചപ്പാടെന്തോ അത് നിങ്ങൾ സ്വീകരിച്ചു. ഇത്ര ഇസ്ലാം പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് ഇത്ര വയസ്സിൽ കെട്ടണമെന്നോ കെട്ടരുതെന്നോ പഠിപ്പിച്ചിട്ടില്ല. നിങ്ങളെ സൊസൈറ്റി, നിങ്ങളെ ജീവിക്കുന്ന സൊസൈറ്റിന്റെ കാഴ്ചപ്പാടെന്തോ അത് സ്വീകരിച്ചോ. പ്രായം നിശ്ചയിച്ചിട്ടില്ല. ഖവാഇദ് ഉണ്ടാവണമെന്ന് ഖുർആൻ പറയുകയും ചെയ്ത്, വിവാഹം കഴിക്കുന്ന ആൾക്ക് ഒരു ഖവാഇദ് ഉണ്ടാകണം ഖുർആൻ പറഞ്ഞു. ആ ഖവാഇദ് കണ്ടത് എനിക്ക് 15 വയസ്സിലാണെങ്കിലോ എനിക്കപ്പോൾ വിവാഹം കഴിക്കാം. ആ ഖവാഇദ് കണ്ടത് എനിക്ക് 25 വയസ്സിലാണെങ്കിലോ ഞാൻ അപ്പോൾ കെട്ടിയാൽ മതി. ഇവിടെ ആരാ നിശ്ചയിച്ചത്? ഈ 18 നിശ്ചയിച്ചവന്റെ പിറകിൽ നമ്മൾ കൂടിയിട്ട് ആയിഷ ബീബിന്റെ പ്രായം 18 ആക്കുക. ഈ 18 നിശ്ചയിച്ച സെക്യുലറിസ്റ്റുകളോട് ചോദിക്കുക, ഒരു പെണ്ണിന് വ്യഭിചരിക്കാനുള്ള പ്രായം ഏതാണ്? 16 വയസ്സാണ്. നാണുണ്ടോ ഇവരുടെ പിറകെ പോയിട്ട് ഇസ്ലാമിനെങ്ങനെ വെട്ടിച്ചെത്തി മിനുക്കി അവർക്കൊപ്പിച്ച് നടക്കാൻ? നിങ്ങൾ നോക്കാം, 16 വയസ്സിൽ ഒരു പെൺകുട്ടി സ്വന്തം തീരുമാന പ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ, അവളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ നമ്മൾ ഏർപ്പെട്ടാൽ നമ്മളെ പോലീസ് അറസ്റ്റ് ചെയ്യില്ല. 16 വയസ്സിന് താഴെയാണ് അവൾ സമ്മതിച്ചിട്ടാണെന്ന് പറഞ്ഞാലും ശരി, നമ്മളെതിരെ പോലീസ് പോസ്കോ കേസ് എടുക്കും. 16 വയസ്സായാലോ അവൾ പറഞ്ഞാൽ മതി, ഞാൻ വിളിച്ചിട്ടാണെന്ന് പറഞ്ഞാൽ മതി, കേസെടുക്കൂല. 16 വയസ്സുള്ള അവൾ പറയാ ഞാൻ പറഞ്ഞിട്ടാണ് കല്യാണം കഴിച്ചതെന്ന് പറഞ്ഞാൽ കേസെടുക്കും. കാരണം എന്താ? കല്യാണം കഴിക്കണമെങ്കിൽ 18 വയസ്സാവണം, വ്യഭിചരിക്കണമെങ്കിലോ 16 ആയാൽ മതി. ഇത് എഴുതി വെച്ച സെക്യുലറിസ്റ്റിന്റെ മാനദണ്ഡം എടുത്തുകൊണ്ട് വന്നിട്ട് ഇസ്ലാമിനെ അളന്നിട്ട് ആയിഷ ബീബിന്റെ പ്രായം 18 ആക്കാൻ നടക്കാണ് നമ്മൾ. എന്തിനീ നാണക്കെട്ട് നിൽക്കുന്നത്? 9 വയസ്സിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയുമായിട്ട് ജീവിതം ആരംഭിച്ചത്, കുടുംബജീവിതം ആരംഭിച്ചത്. അതാണ് ശരി. അത് തെറ്റാണെന്ന് ആരാ പറയാ? നിങ്ങൾ നോക്കി, എന്താ ഞാനതാണ് ചോദിച്ചത്. സയൻസിന്റെ അടിസ്ഥാനത്തിൽ ഒരു പെണ്ണുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെങ്കിൽ മെൻസസ് ഉണ്ടായാൽ മതി. മെൻസസ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? അണ്ടബീജ സങ്കലനത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന അണ്ടം ബീജമില്ലാതെയാകുമ്പോൾ പൊട്ടി പുറത്തു വരുന്നതാണ് മെൻസസ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ബീജം സ്വീകരിക്കാൻ സമയമായിട്ടുണ്ട്. സയൻസിന്റെ അടിസ്ഥാനത്തിൽ ശാരീരികമായിട്ട് ബീജം സ്വീകരിക്കാൻ സമയമായിട്ടുണ്ട്. ബീജം സ്വീകരിക്കാൻ സമയമായിട്ടുള്ള സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണം കഴിച്ചിട്ടുള്ളത്. ആരാ പറഞ്ഞത് പറ്റില്ലെന്ന്? ഇന്ന് 18 വയസ്സാക്കണന്റെ വല്യമാനെ 12 വയസ്സിൽ കെട്ടിച്ചു കൊടുത്ത കഥ പോലും മറന്ന്. ഒരു ജനറേഷൻ മുമ്പ് ഇവിടെ വിവാഹം നടന്നത് എത്ര വയസ്സിലാ? 10ഉം 12ഉം വയസ്സുള്ള പിന്നെ സ്ത്രീകളെയാണ് ഒരു ജനറേഷന്റെ മുമ്പ് ഈ കേരളത്തിൽ കല്യാണം കഴിഞ്ഞത്. അന്ന് ആരെങ്കിലും കുഴപ്പമുണ്ടാക്കിയോ? അന്ന് ആരെങ്കിലും ചോദ്യം ചെയ്തോ? ആ സൊസൈറ്റിന്റെ നിലപാട് അതാണ്. ഇസ്ലാം അത്രേ പറയുന്നുള്ളൂ. സൊസൈറ്റി തീരുമാനിച്ചോ ഖവാഇദ് എത്തണം. ഇത്രയാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. നമ്മൾ മനസ്സിലാക്കിക്കോ, നമ്മൾ ഉറപ്പിച്ചോ, നബി ചെയ്തതെന്തോ അതാണ് ശരി. അല്ലാതെ ശരി ചെയ്യാനും ശരി പഠിക്കാനും വന്ന ആളല്ല നബി. നബി പറഞ്ഞൊരു നബി ചെയ്യും, അതാണ് ശരി. അതേ ശരിയാകൂ, അതേ വിശ്വാസി ശരിയായി അംഗീകരിക്കൂ. അതാണ് സന്മാർഗം. ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദ എന്ന് ഖുർആൻ പറഞ്ഞല്ലോ. അള്ളാന്റെ ഹുദയാണ് ശരിയായിട്ടുള്ള ഹുദ എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചല്ലോ. അവിടെ നിന്നോളണം. എനിക്ക് മനസ്സിലാവണില്ലേ? എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞുകൊണ്ടിരിക്കണം, അല്ലാതെ നിഷേധിക്കാൻ നടക്കലല്ല. സോഷ്യൽ മീഡിയയിൽ എനിക്ക് പറ്റാത്ത ദഹിക്കാത്ത കാര്യങ്ങൾ ഖുർആനിൽ ഹദീസിൽ ഉണ്ടെങ്കിൽ അതിനെതിരെ കത്തെഴുതിയിട്ട്, അതിനെതിരെ കുറിപ്പെഴുതിയിട്ട്, ലേഖനം എഴുതി, ആർട്ടിക്കിൾ എഴുതി ആളുകളുടെ ഹൃദയത്തിലേക്ക് വസ്വാസ് കൊണ്ടുവരലല്ല എൻ്റെ പണി. അള്ളാഹുവും റസൂലും പറഞ്ഞ കാര്യം തിരിയാത്തത് എൻ്റെ തലച്ചോറിന്റെ പരിമിതി കൊണ്ടാണ്. അതുകൊണ്ടാണല്ലോ ലോകത്ത് ആരെങ്കിലും പറയോ കൂട്ടരെ, സ്വന്തം നേതാവിന്റെ വിയർപ്പിന് സുഗന്ധമായിരുന്നു, ആ സുഗന്ധം അത്ര പോലെ ഭാര്യമാർ ഉപയോഗിച്ചിരുന്നു എന്ന് കേൾക്കുമ്പോൾ നാണം കൊള്ളുന്ന ഒരു അനുയായി വേറെ വല്ലവർക്കും ഉണ്ടാവോ? വേറെ ഏതെങ്കിലും നേതാവിനുണ്ടാവോ? അതിൽ സന്തോഷിക്കണ്ടേ? അഭിമാനിക്കണ്ടേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം രാത്രി അള്ളാഹുവിന്റെ റസൂൽ 9 ഭാര്യമാരുടെ അടുത്തേക്ക് പോയി. നമുക്ക് നാണക്കേട് കേട്ടപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കണേ. മനുഷ്യന്മാരുടെ തലയിൽ
ഈ പറയുന്ന ഫെമിനിസവും സെക്യുലറിസവും ഈ പറയുന്ന സോഷ്യലിസവും ഇതൊക്കെ അടിച്ചു വെച്ച ചില ധാരണകളുണ്ട്. നമ്മുടെ സാമൂഹികാന്തരീക്ഷത്തിലെ ചിന്തകളെ മുഴുവൻ നിയന്ത്രിക്കുന്നത് ഈ ഇസങ്ങളാണ്. അതാണ് നമുക്ക് മനസ്സിലാവാത്തത്. അള്ളാന്റെ റസൂൽ ഒരു ദിവസം രാത്രി ഓരോ ഭാര്യമാരുടെ അടുത്ത് പോയി അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. നമുക്ക് ആ ഹദീസ് കേൾക്കുമ്പോൾ നാണക്കേട്. ബുഖാരി ഉദ്ധരിച്ചതാ, നമ്മൾ പൂത്തി വെച്ചിരിക്കുക. നിങ്ങൾ ആലോചിക്കണം, അള്ളാന്റെ റസൂലിന്റെ പൗരുഷത്തെ ഇത്രക്ക് അടിവരയിടാൻ വേറെ ഏത് ഹദീസുള്ളത്? അഭിമാനിക്കണം മുസ്ലിമീങ്ങൾ. ഞങ്ങളെ റസൂൽ എന്ന് പറഞ്ഞാൽ പൗരുഷത്തിന്റെ അങ്ങേ തലമായിരുന്നു. മുഅ്ജിസത്താണത്. 9 കുതിരകളുടെ ശക്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നു. മുഅ്ജിസത്താണത്. അത് കേൾക്കുമ്പോൾ നമ്മളില്ല, 9 കുതിരയുടെ ശക്തിയില്ല. പിന്നെ എന്നെപ്പോലെ ദുർബലനായ ഒരു പശു കുത്തിയാൽ താഴെ വീണ് പോകുന്ന എന്നെപ്പോലെ ദുർബലനാണ് നബി. അപ്പൊ എന്തായി? അപ്പൊ നവോത്ഥാനായി, ഞാൻ പരിഷ്കാരിയായി. 9 കുതിരയുടെ ശക്തിയുള്ള മുഅ്ജിസത്തുള്ള അമാനുഷികതയുള്ള ഒരു മഹാനായിരുന്നു എൻ്റെ റസൂൽ എന്ന് പറഞ്ഞാൽ ഞാൻ പഴഞ്ചൻ. അപ്പൊ ഞാൻ പഴഞ്ചൻ. ഇനി ഞാൻ വിശ്വസിക്കാണ് എന്നെപ്പോലെ തന്നെ ദുർബലൻ, എന്നെപ്പോലെ തന്നെ പ്രത്യേകിച്ച് കഴിവില്ല, ഒന്നുമില്ല, ശേഷിയില്ല, അങ്ങനത്തെ ഒരാൾ ഒരു ഭാര്യയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ തന്നെ കിടന്ന് ക്ഷീണിച്ചു പോകുന്ന എന്നെപ്പോലത്തെ ദുർബലൻ. അപ്പോഴോ അവൻ നബിനെ ഞാൻ പുകഴ്ത്തി. ചെയ്യപ്പെടുന്ന നമ്മളെ മാനദണ്ഡത്തിന്റെ പ്രശ്നമാണിത്. ഞാൻ പറഞ്ഞ മാനദണ്ഡത്തിന്റെ പ്രശ്നമാണ്. റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്താണ്. അങ്ങനെ ഞങ്ങൾ നബി അങ്ങനെയാണ്. അത്ര പവർ ഉണ്ടായിരുന്നു. പോയത് വല്ലോന്റെ പെണ്ണുങ്ങളെ എടുത്തുക്കല്ലോ, അള്ളാന്റെ റസൂലിന്റെ ഭാര്യമാരെ എടുത്തുക്കല്ലേ. ഈ പറയുന്ന സെക്യുലറിസ്റ്റോ, ഈ പറയുന്ന സോഷ്യലിസ്റ്റോ, ഈ പറയുന്ന ലിബറലിസ്റ്റോ, അവന്റെ വാദം എന്താ? അവന്റെ വാദം എല്ലാ പെണ്ണുങ്ങളെടുത്ത് ഉഭയകക്ഷി സമ്മതം ഉണ്ടെങ്കിൽ പോകാം. വ്യഭിചാരികളാണ് ഭാര്യമാരുടെ അടുത്ത് പോയതിന്റെ കഥ പറഞ്ഞ് കളിയാക്കുന്നത്. ആ വ്യഭിചാരിയുടെ മുഖത്ത് നോക്കിയിട്ട് സ്വന്തം ഭാര്യയെ ചീറ്റ് ചെയ്യുന്നത് മാനുഷികമായിട്ടുള്ള അവകാശമാണ്, ഹ്യൂമൻ റൈറ്റ്സ് ആണ് എന്ന് വിശ്വസിക്കുന്ന നീ ഇതിനെപ്പറ്റി സംസാരിക്കാൻ അർഹനല്ല എന്ന് പറയണ്ടേ തിരിച്ച്? നിങ്ങൾ നോക്കി, ഇന്ന് ഞാൻ ഇവിടെ എറണാകുളത്ത് എൻ്റെ ഭാര്യയെ വഞ്ചിച്ചിട്ട് ഇവിടെയുള്ള ഏതെങ്കിലും ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ അടുത്ത് പോയി ഞാൻ ശയിച്ചാൽ തെറ്റാണോ അല്ലേ? സെക്യുലറിസ്റ്റ് പറയട്ടെ, ഹ്യൂമനിസ്റ്റ് പറയട്ടെ, ഫെമിനിസ്റ്റ് പറയട്ടെ, ലിബറലിസ്റ്റ് പറയട്ടെ, എത്തിസ്റ്റ് പറയട്ടെ, തെറ്റാണോ ശരിയാണോ? ഹ്യൂമൻ റൈറ്റ്സ് ആണ്, എൻ്റെ മനുഷ്യാവകാശമാണ്. എൻ്റെ ഭാര്യ കേസ് കൊടുക്കാൻ പറ്റുമോ? പാടില്ല, അയാൾ അവകാശമാണ്. പെണ്ണിന് പോകണമെങ്കിൽ അവളും പോയിക്കോട്ടെ, അത് അവളെ അവകാശം. ഈ വൃത്തികേട് പുലമ്പുന്ന ഒരു ഭാര്യയും 100 വേശ്യയുമായി ജീവിച്ച് തീർക്കുന്നവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ അടുത്ത് പോയ കണക്ക് പറയാൻ നിനക്ക് അർഹതയുണ്ടോടാ എന്ന് തിരിച്ചു ചോദിക്കാതെ ഇളിഭ്യരായിട്ട് അവൻ്റെ ഒക്കെ മാനദണ്ഡത്തിനനുസരിച്ച് ഇസ്ലാമിനെ തീർത്ത് കളയുന്നവർ മനസ്സിലാക്കിക്കോ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒരു കാര്യമുണ്ട്, അൻ തഹ്ബത അമാലുക്കും, നിന്റെയൊക്കെ അമൽ, നിസ്കാരം, നോമ്പ്, സകാത്ത്, ഹജ്ജ്, നീയൊക്കെ സ്വർഗത്തിൽ പോവാൻ സ്വരുക്കൂട്ടി വെച്ച അമലുകൾ ഉണ്ടല്ലോ, ആ അമലുകൾ അൻ തഹ്ബത അമാലുക്കും, നിന്റെ അമലൊക്കെ പൊളിഞ്ഞു പോകും. വ അൻതും ലാ തശ്ഉറൂൻ, അറിയാതെ ഈ പറയുന്ന ആളുകളുടെ വലയിൽപ്പെട്ടിട്ട് ആധുനികത തലക്ക് കയറിയിട്ട് മാനദണ്ഡം തിരിയാതെ എന്താണ് ഞാൻ എന്തിനനുസരിച്ചാണ് ശരിയും തെറ്റും തീരുമാനിക്കേണ്ടതെന്ന് തിരിയാതെ ഇസ്ലാമിന്റെ നിലപാടുകളെ തള്ളിപ്പറയുന്നവരെ നിങ്ങളെ നിസ്കാരം പോട്ടോ, നിങ്ങളെ നോമ്പ് പോവും. അതുകൊണ്ട് സഹാബികൾ മിണ്ടാതായത്. ഈ ആയത്തിറങ്ങിയപ്പോ ഒരു സഹാബിന്റെ ചരിത്രം കാണാം. അദ്ദേഹം പിന്നെ നബിന്റെ അടുത്തേക്ക് വരുന്നില്ല. കാരണം എന്താ? അദ്ദേഹം കുറച്ച് ഒച്ചത്തിൽ നാച്ചുറലായിട്ട് ഒച്ചത്തിൽ സംസാരിക്കുന്ന ആളാണ്. അദ്ദേഹം ശബ്ദം ഉയർത്തൊന്നും വേണ്ട. ചില ആളുകളുണ്ടാവും, അവർ വായ തുറന്നാൽ ഭയങ്കര ശബ്ദമായിരിക്കും. ഇങ്ങനത്തെ ശബ്ദത്തിന്റെ ഉടമയായിരുന്നു അദ്ദേഹം. റസൂലുള്ളാഹിന്റെ അടുത്ത് വരുന്നില്ല. വരാതായപ്പോൾ റസൂലുള്ള ആളയച്ചു. അദ്ദേഹം പറഞ്ഞു, ഈ ആയത്തിറങ്ങിയപ്പോൾ എനിക്ക് പേടിയാണ്, നബിന്റെ അടുത്ത് വന്ന് ഞാൻ ഉച്ചത്തിൽ സംസാരിച്ച എൻ്റെ അമല് പൊളിഞ്ഞു പോകൂലേ? റസൂലുള്ള പറഞ്ഞു, താങ്കൾ ഭയപ്പെടണ്ട, താങ്കൾ സ്വർഗ്ഗക്കാരുടെ കൂട്ടത്തിലാണ് എന്ന് പറഞ്ഞാൽ താങ്കളുടേത് മനഃപൂർവ്വം ചെയ്യുന്നതോ കോപം കൊണ്ട് ചെയ്യുന്നതോ അല്ല, അത് താങ്കളുടെ പ്രകൃതിയാണ്, അതിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ ആലോചിക്കുക, സഹാബത്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എത്ര രൂക്ഷമായി സംസാരിക്കുന്ന ആളാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എത്ര ഗൗരവത്തിൽ സംസാരിക്കുന്ന ആളാണ്. പിന്നീട് ഈ ആയത്തിറങ്ങിയതിന് ശേഷം അദ്ദേഹത്തിന്റെ സ്വരം നബിയുടെ സ്വരത്തേക്കാൾ ഉയർന്ന് കേട്ടിട്ടില്ല. റസൂലുള്ള തന്നെ ആ സ്വരം കേൾക്കണമെങ്കിൽ കാതടുത്തേക്ക് കൊണ്ടുപോകണം, അത്ര പതുക്കെ സംസാരിച്ചു, അമല് പൊളിഞ്ഞു പോകാതിരിക്കാൻ. റസൂലുള്ള ജീവിച്ചിരിപ്പില്ല. അവിടുത്തെ ശബ്ദത്തെക്കാൾ ഉച്ചത്തിൽ സംസാരിക്കാൻ നമുക്ക് അവസരമില്ല, നമുക്കതിനുള്ള അന്തരീക്ഷമില്ല.
പക്ഷേ നമ്മുടെ ബാധ്യത എന്താ? അവിടെ നിന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ആ കാര്യങ്ങൾക്ക് മുകളിൽ സംസാരിക്കരുത്, ആ കാര്യങ്ങൾക്ക് അപ്പുറം സംസാരിക്കരുത്. ഇവിടുത്തെ സെക്യുലറിസ്റ്റും ഹ്യൂമണിസ്റ്റും ഇവിടുത്തെ ലിബറലിസ്റ്റും ഇവിടുത്തെ എത്തിസ്റ്റും ഇവിടുത്തെ ഫെമിനിസ്റ്റും ഇവിടുത്തെ ആ വക ആളുകളൊക്കെ പറയുന്നതിനൊപ്പിച്ചിട്ട് ഇസ്ലാമിനെ, റസൂലുള്ളാന്റെ കൽപ്പനയെ, റസൂലുള്ളാന്റെ നടപടിയെ, സംസ്കാരത്തെ ഒക്കെ തള്ളിപ്പറയൽ ഉച്ചത്തിലെ സംസാരാണ്. ആ സംസാരത്തിന്റെ അനന്തരഫലം അമലുകൾ പൊളിഞ്ഞു പോകുന്ന നമസ്കാരം നോമ്പൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. ഹിദായത്ത് കിട്ടണമെങ്കിൽ, സന്മാർഗത്തിലും മരിക്കണമെങ്കിൽ, ളലാലത്തിലും മരിക്കാതിരിക്കണമെങ്കിൽ ഈ നിലപാട് സ്വീകരിച്ചേ പറ്റൂ. എനിക്ക് തോന്നി, എൻ്റെ ബുദ്ധിക്ക് തോന്നി, എൻ്റെ പരിഷ്കൃത കാഴ്ചപ്പാടിനെതിരാണ്, എൻ്റെ സയൻസിനെതിരാണ്, എൻ്റെ നവോത്ഥാന ചിന്തകൾക്കെതിരാണ്, അതൊക്കെ എടുത്ത് മാറ്റിവെച്ചിട്ട് ദീൻ സ്വീകരിക്കുക. ആ ചിന്തക്ക് ദീനിനെ ഒപ്പിച്ചാക്കുക, അല്ലാണ്ട് ആ ചിന്തക്ക് ഒപ്പിച്ച് ദീനിനെ മുറിക്കാൻ നടക്കരുത്. റബ്ബ് സുബ്ഹാനഹു തആല കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസ്സലാത്തു വസ്സലാമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനൽ ഹബീബി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിൻ്റെ റസൂല് സഹാബികളോട് പറഞ്ഞു, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന ഇല്ലാ മൻ അബ. എൻ്റെ ഉമ്മത്തിൽ നിന്ന് എല്ലാവരും സ്വർഗത്തിൽ പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ നിന്ന്, സമുദായത്തിൽ നിന്ന് എല്ലാ വിഭാഗങ്ങളും സ്വർഗത്തിൽ പോകും. ഇല്ലാ മൻ അബ, സ്വർഗത്തിൽ പോകാൻ വിസമ്മതിച്ചവനൊഴികെ, കൂട്ടാക്കാത്തവനൊഴികെ. സ്വർഗത്തിൽ പോയിക്കോളാൻ പറഞ്ഞിട്ട് വേണ്ടാന്ന് പറഞ്ഞ് മാറിക്കണവനൊഴികെ ബാക്കി എല്ലാവരും സ്വർഗത്തിൽ പോകും. ഖാലു, ഇത് കേട്ടപ്പോൾ സഹാബത്ത് ചോദിക്കുക, യാ റസൂലല്ലാഹ് വമൻ യഅബ, ആരാണ് റസൂല് സ്വർഗത്തിൽ പോയിക്കോളാൻ പറഞ്ഞിട്ട് വിസമ്മതിച്ച് നിൽക്കുന്നവർ ആരാണ്? ഖാൽ, റസൂലുള്ളാഹി ആ വിസമ്മതിച്ചവനെ പറ്റി പറഞ്ഞു തന്നു. ആരാ? മൻ അത്വഅനി ദഖലൽ ജന്ന, എന്നെ ആര് അനുസരിച്ചുവോ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. മൻ അസ്വാനി, ആരെന്നെ ധിക്കരിച്ചോ ഫഖദ് അബ, അവനാണ് വിസമ്മതിച്ചവൻ. അല്ലാഹുവിൻ്റെ റസൂല് പറയാം. അബ എന്ന് പറഞ്ഞാൽ ആരാ? ഞാൻ പറഞ്ഞതിനെ തള്ളിപ്പറയുന്നവൻ, ഞാൻ പറഞ്ഞതിനെ ചെറുതാക്കി പറയുന്നവൻ, ഞാൻ പറഞ്ഞതിനെ ധിക്കരിക്കുന്നവൻ, ഞാൻ പറഞ്ഞതിനെ ഉപേക്ഷിക്കുന്നവൻ, അവനാണ് സ്വർഗത്തിൽ പോവാൻ കൂട്ടാക്കാത്തവൻ. നമ്മൾ സ്വർഗത്തിൽ പോകാൻ കൂട്ടാക്കണോ, സമ്മതിക്കണോ, അതല്ല വിസമ്മതിച്ച് മാറിക്കണമെന്ന് നമ്മൾ തന്നെ ആലോചിക്കുക. ഈ ദർശനമൊന്നും കൂട്ടിനുണ്ടാവൂല. നമ്മളിപ്പോൾ മാനദണ്ഡങ്ങൾ പഠിപ്പിച്ചല്ലോ, ആ മാനദണ്ഡങ്ങൾ പഠിപ്പിച്ച ഈ ദർശനമൊന്നും നാളെ പരലോകത്ത് കൂട്ടിനുണ്ടാവില്ല. പരലോകത്തെപ്പറ്റി സംസാരിക്കാത്ത, ചിന്തിക്കാത്ത ഈ ദർശനത്തിനൊപ്പിച്ച് നമ്മൾ ചിന്തിക്കാൻ നടക്കുക എന്നത് തന്നെ നമ്മുടെ ഏറ്റവും വലിയ അവിവേകമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് വിശ്വാസികളെ, എപ്പോഴാണ് മരണം സംഭവിക്കുക എന്ന് നമുക്കറിയില്ല. ഈ ദുഷിച്ച നിലപാടുമായിട്ട്, റസൂലുള്ളാഹിയുടെ ശബ്ദത്തെക്കാൾ ഉയർത്തിയ ശബ്ദക്കാരനായിട്ട്, അള്ളാഹു റസൂലും പറഞ്ഞതിനെ മുൻകടന്നവനായിട്ട് മരിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. എന്തെങ്കിലും കാര്യം നമുക്ക് മനസ്സിലാവണില്ല, വസ്വാസ് ഉണ്ടെങ്കിൽ അസ്തഗ്ഫിറുള്ള പറഞ്ഞിട്ട് എനിക്കതിനെപ്പറ്റി അറിയില്ല റബ്ബേ എന്നോട് പൊറുക്കണേ എന്ന് പറഞ്ഞിരിക്കല്ലാതെ അതിനെ ധിക്കരിക്കാനും അതിനെ പരിഹസിക്കാനും അതിനെ ചോദ്യം ചെയ്യാനും നമ്മൾ നിൽക്കണ്ട. മതത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല നല്ല മരണം നൽകി നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ഒരു വേണ്ടപ്പെട്ട സഹോദരൻ, കേരള നദവത്തുൽ മുജാഹിദീൻ്റെ കാക്കനാട് മണ്ഡലം പ്രസിഡന്റായി തൻ്റെ ജീവിതത്തിൻ്റെ അവസാന സമയം വരെ ദീനി ദഅവ രംഗത്ത് സജീവമായി നിലനിന്നിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ മരണപ്പെട്ടു. ഇന്ന് അദ്ദേഹത്തിൻ്റെ മയ്യത്ത് സംസ്കരണവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളെല്ലാം അവസാനിച്ചു. അല്ലാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് സംഭവിച്ച എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ഒന്നൊഴിയാതെ റബ്ബ് വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ഖബർ വിശാലമാക്കുകയും പ്രകാശപൂരിതമാക്കുകയും സുഗന്ധപൂരിതമാക്കുകയും ചെയ്യുമാറാകട്ടെ. മലക്കുകൾ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്ന വേളയിൽ അദ്ദേഹത്തിന് ഉത്തരം പറയുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു അദ്ദേഹത്തിന് ഉൾച്ചേരാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെയും അദ്ദേഹത്തെയും അവിടുത്തെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും നമ്മിലെല്ലാം വന്നുപോയ
ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും റബ്ബ് നമുക്കെല്ലാം വിട്ടു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു തആല അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബത്തോടു കൂടി പ്രവേശിക്കുന്ന വിശ്വാസികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സന്മാർഗത്തിൽ നിഷ്ഠയുള്ള, സന്മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്ന, സന്മാർഗത്തിൽ പ്രവർത്തിക്കുന്ന, ജീവിക്കുന്ന, സന്മാർഗത്തിൽ മരിക്കുന്ന സന്താന പരമ്പരകളെ ഖിയാമത്ത് വരെ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ സൽപ്രവർത്തനങ്ങൾ ഖിയാമത്ത് വരെ നമ്മുടെ ഖബറുകളിലേക്ക് അതിൻ്റെ പ്രതിഫലത്തിൻ്റെ ഓഹരി റബ്ബ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മുടെ ഉസ്താദുമാർ, നമുക്ക് നന്മ ചെയ്തു തന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ, അവർക്കെല്ലാം അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ പള്ളിക്ക് വേണ്ടി ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്തു തന്ന ആളുകൾ, സഹായങ്ങൾ ചെയ്തു തന്ന ആളുകൾ, നമ്മോട് ചേർന്ന് നിന്ന ആളുകൾ, അവരിൽ പലരും മരണപ്പെട്ടു പോയി. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അവരുടെ ഖബറിടങ്ങളെ അള്ളാഹു സുബ്ഹാനഹു തആല സമാധാനത്തിൻ്റെ ഇടങ്ങളാക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മനുഷ്യർക്കും അള്ളാഹു ആശ്വാസം നൽകുമാറാകട്ടെ. മുസ്ലിം സൊസൈറ്റിയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്ന ആളുകൾ, പ്രത്യേകിച്ച് ഫലസ്തീൻ പോലെയുള്ള പ്രദേശങ്ങളിൽ ഇന്നും മനസ്സിൽ നീറുന്ന ഓർമ്മകളുമായി മുന്നോട്ട് പോകുന്ന നമ്മുടെ സഹോദരങ്ങൾ, അള്ളാഹു അവർക്ക് ആശ്വാസവും സമാധാനവും നൽകുമാറാകട്ടെ. അവരെ പീഡിപ്പിക്കുന്ന, പ്രയാസപ്പെടുത്തുന്ന ശത്രുക്കളിൽ നിന്ന് സമ്പൂർണ്ണമായിട്ടുള്ള സുരക്ഷിതത്വം അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാ ദുഷ്ടന്മാരെയും ഒറ്റപ്പെടുത്തുകയും ഭൂമിയിൽ അവർക്ക് ശിക്ഷ കൊടുക്കുന്നത് മറ്റുള്ളവർക്ക് കണ്ട് ഗുണപാഠമാകാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുകയും ചെയ്യുമാറാകട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين 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 برحمتك يا أرحم الراحمين وآخر دعوانا الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين.